ഇന്നത്തെ അറിയിപ്പുകൾ. കംപ്ലീറ്റ് മേക്ക് ഓവറിനൊരുങ്ങി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. 438 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് സ്റ്റേഷനിൽ നടക്കുന്നത്. നവീകരണത്തിന്റെ ഭാഗമായി യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിലും 2 വർഷത്തിനുള്ളിൽ സ്റ്റേഷന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന തരത്തിലുള്ള 438 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. 10 നിലകളുള്ള 2 ബ്ലോക്കുകളും 9 നിലകളുള്ള 1 ബ്ലോക്കും മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനവുമാണ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുക. ട്രാക്കിനും പ്ലാറ്റ്ഫോമുകൾക്കും മുകളിലായി നിർമ്മിക്കുന്ന കോൺകോഴ്സുകളിൽ നിന്നാണ് യാത്രക്കാർ പ്ലാറ്റ്ഫോമുകളിലേക്കും സ്റ്റേഷന്റെ പുറത്തേക്കും പോവുക. ഫുട് ഓവർബ്രിഡ്ജുകൾ വീതി കൂട്ടിയാണ് കോൺകോഴ്സുകളാക്കി മാറ്റുന്നത്. വിമാനത്താവള മാതൃകയിൽ ഇതിൽ വിശ്രമമുറികളും ഫുഡ് കോർട്ടുകളും ഉണ്ടാകും. അടുത്ത 50 വർഷത്തെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ 508 പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ 24,470 കോടി രൂപ ചെലവിൽ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നത്. തിരുവനന്തപുരം സെൻട്രലിനു പുറമെ വർക്കല, കൊല്ലം, ചെങ്ങന്നൂർ, എറണാകുളം ജംഗ്ഷൻ, എറണാകുളം ടൗൺ, തൃശൂർ, കോഴിക്കോട് എന്നിവയാണ് പദ്ധതിയിലുള്ള കേരളത്തിലെ പ്രധാന സ്റ്റേഷനുകൾ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സുപ്രധാന പ്രഖ്യാപനങ്ങളുമായി വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ആദ്യ മന്ത്രിസഭാ യോഗം. ജൂൺ 15 മുതൽ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആശാ വർക്കർമാരുടെ വേതനം വർദ്ധിച്ചതായും കേരളത്തിൽ പ്രത്യേക വയോജന വകുപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് പത്രികയിൽ UDF മുന്നോട്ടുവച്ച 5 ഗ്യാരണ്ടികൾ സംബന്ധിച്ച് ആദ്യ മന്ത്രിസഭായോഗത്തിൽ തന്നെ തീരുമാനം കൈക്കൊണ്ടതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പിലാക്കും. വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒന്ന്, KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15 മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഒരു വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കും എന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിലുണ്ടായിരുന്നു. നിങ്ങൾ കേൾക്കുമ്പോൾ അത് തീരുമാനമെടുത്തിട്ടുണ്ട്. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. ഏറ്റവും നന്നായി ഈ വകുപ്പ് നടപ്പിലാക്കിയ രാജ്യം ജപ്പാനാണ്. അവരുടെ മോഡൽ പരിശോധിച്ചായിരിക്കും ഇവിടെ ആ വകുപ്പ് കൊണ്ടുവരികയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ആശമാരുടെ ഓണറേറിയം ആദ്യഘട്ടമായി 3000 രൂപ വർദ്ധിപ്പിച്ചു. അങ്കണവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപയും വർദ്ധിപ്പിച്ചു. ആദ്യഘട്ടമായാണ് 1000 രൂപ കൂട്ടിയതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാചകത്തൊഴിലാളികളുടെ വേതനവും 1000 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ടീച്ചർ, ആയമാർ എന്നിവരുടെ വേതനവും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചുള്ള ധവളപത്രം ഇറക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. മെയ് 22 മുതൽ ആദ്യ നിയമസഭാ സമ്മേളനം ചേരും. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനം ഉണ്ടാകും. അമ്പലപ്പുഴ MLA G. സുധാകരൻ പ്രോടേം സ്പീക്കറായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉയരുന്ന റവന്യൂ കമ്മി, പണപ്പെരുപ്പം, കടബാധ്യത. വി.ഡി. സതീശൻ സർക്കാരിന് മുന്നിലുള്ളത് ഒട്ടേറെ വെല്ലുവിളികൾ. UDF സർക്കാരിൻ്റെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ അധിക സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ. ഉയർന്ന കടം, തകരുന്ന സാമ്പത്തിക സ്ഥിതി തുടങ്ങി നിലവിൽ പുതിയ സർക്കാരിന് മുന്നിൽ ഒട്ടേറെ വെല്ലുവിളികളുണ്ട്. ഇതോടൊപ്പം ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുമ്പോൾ അത് സംസ്ഥാനത്തിന് അധിക ബാധ്യതയാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. KSRTCയിൽ സ്ത്രീകൾക്ക് ജൂൺ 15 മുതൽ സൗജന്യ യാത്ര നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ പ്രഖ്യാപനം KSRTCയുടെ നഷ്ടമുയർത്താനും സ്വകാര്യ ബസ് വ്യവസായ രംഗത്തെ വരുമാനം കുറയ്ക്കാനും കാരണമാകും. ആശാ വർക്കർമാരുടെ വേതനം 3000 രൂപയിലേക്ക് ഉയർത്തുമ്പോൾ ഇത് കുടിശ്ശിക വരുത്താതെ കൃത്യമായി കൊടുക്കാനുള്ള പണം സർക്കാരിന്റെ കൈവശമുണ്ടോ എന്നതും പരിശോധിക്കണം. 2025-26 സാമ്പത്തിക വർഷത്തിലെ കണക്കുകൾ പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ആകെ പൊതുകടം ഏകദേശം 4.88 ലക്ഷം കോടി രൂപയാണ്. പശ്ചിമേഷ്യൻ യുദ്ധം പ്രതിസന്ധിയിലാക്കിയ സാമ്പത്തിക രംഗത്തെ ഉത്തേജിപ്പിക്കാൻ പുതിയ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതും പ്രധാനമാണ്. പാചകവാതക പ്രതിസന്ധി മൂലം 100 കണക്കിന് റെസ്റ്റോറന്റുകളാണ് സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ, ശമ്പളം, വികസന പദ്ധതികൾ എന്നിവയ്ക്കായി പണം കണ്ടെത്തുകയെന്നത് ശ്രമകരമാണ്. യുവാക്കളുടെ ഉയരുന്ന തൊഴിലില്ലായ്മ, ഉയർന്ന റവന്യൂ കമ്മി, കുടിശ്ശികയുള്ള ക്ഷാമബത്ത വിതരണം എന്നിവയൊക്കെ സർക്കാരിന് മുന്നിലെ വെല്ലുവിളികളാണ്. യുവജനങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ പലിശരഹിത ധനസഹായം പോലുള്ള വാഗ്ദാനങ്ങൾക്കും പണം കണ്ടെത്തേണ്ടതുണ്ട്. കിഫ്ബി നിലനിർത്തുമോ, നികുതി ഇതര വരുമാനം ഉയർത്താൻ പുതിയ സർക്കാർ എന്തൊക്കെ നടപടി സ്വീകരിക്കും തുടങ്ങിയ ചോദ്യങ്ങളും മുന്നിലുണ്ട്.
ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.